ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നോക്കാം. അതനുസരിച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ കടന്നു വരാൻ പോകുന്നത്, വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് നിയറസ്റ്റ് ഭാവിയിലേക്ക് മുതൽ. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങിനോടൊപ്പം തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ എല്ലാവിധ പെയിനുകളും, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അട്രാക്റ്റ് ആവാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ യൂണിവേഴ്സിനെ അറിയിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. കാരണം നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ, നമ്മുടെ തോട്ട്സ് ആണ് മാനിഫെസ്റ്റ് ആയി മാറുന്നത്. അപ്പൊ എനിക്ക് ഒരിക്കലും നല്ലത് വരില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എല്ലാ പെയിൻഫുൾ ആയ എനർജീസും പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് എന്നൊരു തോട്ട് മനസ്സിലേക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരിക. ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദ ടവർ എനർജി ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. കർമ്മ എൻഡിങ് ആണത്. ഓക്കെ, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് wands, സെവൻ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ദ എംപറർ, ദ ലവേഴ്സ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് wands, സെവൻ ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ സ്പ്രെഡ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ അത്രത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. കാരണം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ടവർ എനർജി, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ബാഡ് കർമ്മയുടെ എൻഡിങ്ങും ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിങ്ങും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോ ഏറ്റവും കൂടുതലായിട്ടും ഒരു മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവസാനിക്കാനായിട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തില് ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിങ് വരാനായിട്ടാണ് പോകുന്നത്. നിങ്ങളൊരു ചതിയിലൊക്കെ അകപ്പെട്ട് നിൽക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ, എനർജിയൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്കിവിടെ കപ്പ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അതികഠിനമായ രീതിയിൽ തന്നെ വലിയ രീതിക്ക് ഒരു ചതി പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു തിരിച്ചടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പണത്തിന്റെ വില എന്താണെന്നുള്ളതൊക്കെ നല്ലോണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉയർച്ച വേണം, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിലെല്ലാം ഒരു മാറ്റങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തന്നെ പറയാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പാസ്റ്റ് നിങ്ങളെ ഇങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടുന്നുണ്ട്.
ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും നിങ്ങൾക്ക് മറക്കാനോ പൊറുക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് ചതിച്ചു പോയ ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം. അതിപ്പോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചതി പറ്റിയിരിക്കുന്ന എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് സമ്പത്തോ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നിങ്ങളുടെ വസ്തുക്കൾ പോലും. ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ചതിയാണ്. നിങ്ങൾ ചതിയിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ആണ് ഇവിടെ കൂടുതലായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. okay. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കില്ല. ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തിലേക്കാണ് തിരിയേണ്ടത് ഒന്നിനും സാധിക്കുന്നില്ല. എനർജീസ് എല്ലാം ലോ ആണ് നിൽക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തം നിഴലിനെ പോലും പേടിയാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. okay. അപ്പൊ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു വരാം. ദ ടവർ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്. ഒരു ചതിയിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന വ്യക്തികളാണ് ലൈഫിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും വലിയ രീതിക്ക് ഒരു അടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു തിരിച്ചടിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു സീറോ വാല്യൂ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥ. ചിലപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടിയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഉള്ളിലെല്ലാം ഇങ്ങനെ നീറി കരയുകയാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും ഉടനെ തന്നെ അകന്നു പോകുന്ന എനർജിയാണിത്. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത് ഒരു ഗുഡ് കർമ്മയാണ്. അതും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. ഇതുവരെ ഒരു സൈക്ലിംഗ് എനർജിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, സൈക്ലിംഗ് എനർജി എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. ഒന്നിൽ നിന്ന് കരകയറി മറ്റൊന്നിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയും പ്രശ്നങ്ങൾ. അതായത് ഒന്നിലും ഒരു ഉയർച്ചയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിനൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു പാസ്റ്റ് ഒക്കെ നിങ്ങളിൽ നിന്ന് റിമൂവ് ആകാൻ പോവുകയാണ്. ഏസ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവമായിട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങളിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് കളർ ബേർഡിനെ. ഇതാണ് നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു എനർജി. ഇത് നിങ്ങളിൽ നിന്ന് റിലീസ് ആവുകയാണ്. നിങ്ങൾ ഇതുവരെ കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ഫ്ലോപ്പ് ആയപ്പോൾ നിങ്ങൾ നിന്നിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇനി നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ പവറിന്റെ ആ ഒരു എനർജി കൊണ്ടിട്ട് നിങ്ങൾ എത്ര ഡൗൺ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് മാറി തുടങ്ങാനായിട്ട് പോവുകയാണ്. ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി എത്തും. പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളുടെ ചിന്താഗതികളെല്ലാം മാറി തുടങ്ങാനായിട്ട് പോവാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഏസ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ഇതൊരു യൂണിവേഴ്സൽ ന്യൂ ബിഗിനിങ് കാർഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ കൊണ്ട് തരുന്ന ഒരു ഓഫർ അല്ല ഇത്. ഇത് പ്രപഞ്ചമായിട്ട് നിങ്ങളിലേക്ക് ഒരു അവസരം തരുന്നതാണ്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരടി വെക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന പോലെ അത്രയും നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സ് നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വേദനിച്ച സിറ്റുവേഷൻസിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഓഫർ നിങ്ങളിലേക്ക് നൽകാൻ പോവുകയാണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ. ഒരുപാട് പേര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു വലിയ രീതിക്കുള്ള പൊള്ളല് തന്നെയാണ് നിങ്ങളിപ്പോ ഏറ്റു നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു വെളിച്ചം തേടിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചം നിങ്ങളുടെ കൺമുന്നിലേക്ക് തന്നെ എത്താനായിട്ട് പോവുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാണ്. നിങ്ങൾ ഇതുവരെ കേറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ already പറഞ്ഞു ആ ഒരു സൈക്ലിംഗ് എനർജി എന്നുള്ളത്, കേറുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വീണ്ടും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ സ്നേക്ക് ആൻഡ് ലാഡർ പോലെ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളിലേക്ക് ഇനി ആ ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ. ഈ ഒരു പൊള്ളൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഈ ഒരു വാട്ടറിലേക്ക് ലയിക്കുകയാണ്. അഗ്നി വാട്ടറിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നീട് കെട്ടുപോകും കംപ്ലീറ്റ്ലി. അതായത് നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കെട്ടണയാനായിട്ട് പോവുകയാണ്. ഇനി നിങ്ങളിലേക്ക് ആ ഒരു പ്രകാശങ്ങൾ കടന്നു വരുന്ന സമയമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഫോർ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാ രീതിക്കും stuck ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പണത്തിന്റെ മൂല്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മിതമായ രീതിയിലായിരിക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും
ചെലവാക്കുന്നതാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതും എല്ലാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമ്പത്തിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് നിങ്ങളിപ്പോ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ജീവിതത്തിനെ കാണാനായിട്ട് പഠിച്ചിരിക്കുന്നു. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ മുന്നേയൊക്കെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തി ആയിരുന്നിരിക്കും. എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാർത്ഥതയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ പോലും മാറിപ്പോയിരിക്കുന്ന ഒരു എനർജിയാ. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു നഷ്ടപ്പെടലില് നല്ലതും ചീത്തതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചീത്തത് എന്ന് പറയുമ്പോൾ ആ ഒരു സെൽഫിഷ്നെസ് എനർജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും പോയി. എടുത്തുചാട്ടം, ഭയങ്കര മുൻകോപം, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വളരെയധികം ശാന്തമായ ഒരു മനോഭാവത്തോടു കൂടി എല്ലാത്തിനെയും സമീപിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നന്മ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഓർമ്മകളിലേക്ക്, പാസ്റ്റിൽ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സമ്പത്തിലേക്ക് നോക്കി നിങ്ങളിപ്പോ നെടുവീർപ്പിടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ ഈ ഒരു സമ്പത്ത് വരുന്ന അവസ്ഥയാണ്. ഇതുവരെ നിങ്ങൾ അതിന് പുറകെ ഓടി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ ഓടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓടി ഓടി തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോ. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സമ്പത്ത് നിങ്ങൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറകെ വരുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് attract ആവുന്ന സമയമാണ്. ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ wait ചെയ്തിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് apply ചെയ്യുന്നു, fail ആകുന്നു. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് abroad-ലേക്കൊക്കെ പോകാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ stuck ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു വഴി തുറക്കാനായിട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഓരോ വ്യക്തികളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ചിലവരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് കാര്യങ്ങളൊക്കെ പണിതിട്ട് അതൊക്കെ stuck ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണിയൊക്കെ നിങ്ങൾക്ക് complete ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു energy കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ energy attract ആയിട്ടുണ്ട്. അതോടൊപ്പം സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി തുടങ്ങാനായിട്ട് പോവുകയാണ്. സമ്പത്ത് ഒഴുകി തുടങ്ങുക എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു source ഓ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുടുംബസ്വത്തോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ്. ജീവിതം നിങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളെയും നോക്കി കാണാനും അതനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. ഒരു നിമിഷം കാലിടറുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു clarity ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആരെയൊക്കെ വിശ്വസിക്കാം, ആരെയൊക്കെ വിശ്വസിക്കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമാണ് നിങ്ങളുടെ ഓരോ നീക്കവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയിൽ നിങ്ങൾ എത്ര ഡൗൺ ആണെന്നുണ്ടെങ്കിലും ജീവിതം നിങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഇത് ഈ ഒരു സമയത്ത് ഏതോ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹം, കെയറിങ്, അവരിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ആ ഒരു ചതി, അതിൻ്റെതായ ഒരു വേദനകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കാരണം ഇവിടെ ലവേഴ്സ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളൊരു സന്തോഷിക്കുന്ന സമയം, കപ്പ് എനർജിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്വർണ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചതിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നിങ്ങൾ സന്തോഷിക്കണം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു വ്യക്തിയിൽ നിന്ന് ലവേഴ്സ് എനർജിയാണ്. അവരുടെ എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നുണ്ട്. നിങ്ങളുടെ എനർജി അവരിലേക്കും അട്രാക്ട് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ ആകും. ഒരു ഘടന നിങ്ങളുടെ ബന്ധത്തിൽ വരാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പെയിൻ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷമാപണത്തോടു കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങളെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് മനസ്സുകൊണ്ടിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ്. കമ്മ്യൂണിക്കേഷൻ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാം പൂർണ്ണമായിട്ടും പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞു.
ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു പൂർണ്ണ വളർച്ച വരാനായിട്ട് പോവുകയാണ്. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു സെൽഫിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. സെൽഫിഷ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഫാമിലിക്കൊക്കെ ആയിരിക്കും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കരിയറിനായിരിക്കും വാല്യൂ കൊടുക്കുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ മറ്റൊരു സിറ്റുവേഷന് കൊടുത്തിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ ആയ ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു മാറ്റം വേണമെന്നുണ്ട്. അവരുടെ നെഗറ്റിവിറ്റീസ് കംപ്ലീറ്റ്ലി അവർക്ക് റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്ത് ചതിച്ചിട്ട് നിങ്ങളുടെ ഒരു സമ്പത്ത് കാര്യങ്ങളെയൊക്കെ കവർന്നെടുത്ത് പോയവരാണെന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥയും ഇപ്പൊ പെയിൻഫുൾ ആയ ഒരു എനർജിയാണ്. അവർക്കും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇതിലൊരു വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഉയർന്നു വരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. അതിപ്പോ ലോട്ടറി അടിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും വെറുതെ ഇരുന്ന് കിട്ടുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിരന്തരമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പൂർവിക സ്വത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിന്റെ കയ്യൊപ്പ് അവിടെ ഉണ്ട്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പുലരുമ്പോഴേക്കും ഒരു പുത്തൻ പണക്കാരനാകുന്ന ലുക്ക് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഉയർന്നു വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു പെന്റക്കിൾ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയത് അതിനെതിരെയൊക്കെ നിങ്ങൾ പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനൊന്നും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നീക്കങ്ങളിലൂടെ കിങ് ഓഫ് സോൾസ് ആണ് നിങ്ങൾ വിജയം കൈവരിക്കാനായിട്ട് പോവുകയാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ അതിനെതിരെയൊക്കെ പോരാടാനും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് ഡൗൺ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ അവസാനിച്ചു. ഇപ്പൊ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നിങ്ങൾ നേരിടുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാം ആരെങ്കിലും പറയുന്നതിന് കൂടെ തിരിച്ചു പറയുക അല്ലെങ്കിൽ പെട്ടെന്ന് ഹേർട്ട് ആവുക, പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുക, ഇങ്ങനത്തെയൊക്കെ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മെച്യൂരിറ്റി കൈവരിച്ചിട്ടുണ്ട്. ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാറ്റം തന്നെയാണ് ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ഈ ഒരു പോസിറ്റീവായ കാര്യങ്ങളുടെ ഒരു മൂലബിന്ദു ആയിട്ട് കിട്ടുന്നത്. സ്പിരിച്വലി ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ നിങ്ങളുടെ എനർജിനെ വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചില വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കുറേ കഴിവുകളെ നിങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നൊരു ചിന്തയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ആരൊക്കെയോ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉൾക്കണ്ണ് നിങ്ങൾ തുറന്ന് നിങ്ങളുടെ intuition വർക്ക് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണിത്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ആരും നിങ്ങളെ കെട്ടിയിട്ടിട്ടില്ല അല്ലെങ്കിൽ ആരും നിങ്ങളെ നിയന്ത്രിക്കാൻ ആ ഒരു മോശ അവസ്ഥയിൽ കിടക്കണമെന്ന് പിടിച്ചിട്ടിട്ടില്ല. നിങ്ങളായിട്ട് തന്നെയാണ് അതിൽ നിൽക്കുന്നത്. അത് നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിക്കൊള്ളട്ടെ എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇതിന്ന് പുറത്തു വരാൻ സ്വയം തന്നെ സാധിക്കും. അപ്പൊ ആ ഒരു കെട്ടഴിച്ച് നിങ്ങൾ ഉടനെ പുറത്തേക്ക് വരണം. ഇമോഷൻസ് ഒക്കെ ഒന്നുകൂടെ കൺട്രോൾ ചെയ്യണം. ഈ ഒരു വ്യക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റു ചില വ്യക്തികൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. അതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സ്വന്തം കഴിവുകൾ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു അധികാര പടവിലേക്കുള്ള ജോലി തന്നെയാണ്. എംപറർ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെയാണ് ജോലി ലഭിക്കാൻ പോകുന്നത്. ചെറിയൊരു ജോലിയോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നല്ല രീതിക്കുള്ള ഒരു ജോലി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയൊന്നും നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിരന്തരമായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാ രീതിക്കും ഒരു നീതി നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോവുകയാണ്. ആ ഒരു നീതിയിലൂടെ നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വരാൻ പോകുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട്. എല്ലാം വളരെ മേജർ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ജഡ്ജ്മെന്റ്, റീബർത്ത്, ജസ്റ്റിസ്, വേൾഡ് എനർജി ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു സന്തോഷകരമായ പരിസമാപ്തിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നേരിടാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാൻ പോകുന്നത്. എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോവുകയാണ്. ഒരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ചിലവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ആ ഒരു പാത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു സ്പിരിച്വൽ കണക്ഷന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്.
ഇതുവരെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രീം ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, മെഡിറ്റേഷൻസ് ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് തകർന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ടേക്ക് നീങ്ങിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് കർമ്മയാണ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഗുഡ് കർമ്മ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയുമായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ഇത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്നുള്ളതും കൂടെ നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് തുറന്ന് ചോദിച്ചോളൂ. കാരണം നിങ്ങൾക്കത് കിട്ടേണ്ട സമയമായി. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയി തുടങ്ങി. അതിന്റെ കറക്റ്റ് ടൈമാണ്, ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചോദിച്ചോളൂ എന്നുള്ളതാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് പറയുന്നത്. യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ തയ്യാറെടുത്തിരുന്നോളൂ. മാറ്റങ്ങളുടെ സമയമാണ് മുന്നിലേക്ക് വരുന്നത്. ആ ഒരു മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് വന്നോളൂ. ഡോൺ സ്റ്റോപ്പ് ആണ്, നിങ്ങൾ നിർത്തരുത്, മുന്നോട്ടേക്ക് തന്നെ വരിക. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ബാക്കിലേക്ക് കൊണ്ടുപോകരുത്. ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ചെറുതായിട്ട് വരുമ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി പെട്ടെന്ന് വീക്ക് ആവും. അങ്ങനെയുള്ളവരോടാണ് ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആളുകളുടെ എനർജിയിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ചിലവരുടെ കേസിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇമോഷൻ കൺട്രോളിങ് വേണമെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വയം ഒന്ന് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ബാക്കി എനർജി നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഡോൺ സ്റ്റോപ്പ് ആണ്, നിർത്താതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോളൂ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം ഈ ഒരു സമയത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി, അത് വിശ്വസിക്കുന്ന ദൈവിക ശക്തി ആണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരായിട്ടാണെന്നുണ്ടെങ്കിലും വരുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില വ്യക്തികളൊക്കെ നിങ്ങളെ സഹായിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരുന്ന സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സൽ ഗൈഡൻസിലും അത് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവർ ആരാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അവർ ചീറ്റിങ്ങിനല്ല വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇൻ ദ നിയർ ഫ്യൂച്ചർ, വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഈ ഒരു മാറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ലെറ്റ് ഗോ വന്നിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിനെ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഗുഡ് ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയായിരിക്കും, പക്ഷെ വിട്ടുപോരാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനെ വിട്ടുപോരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താലാണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ആവുകയുള്ളൂ. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ഇൻഫർമേഷൻ, നിങ്ങളുടെ മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടും. ആ ഒരു സമയം നിങ്ങളായിട്ട് തന്നെ ലെറ്റ് ഗോ ചെയ്യും. കാരണം നിങ്ങൾക്ക് എനർജി കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് കർമ്മയുടെ അവസാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യും. ഇതുവരെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ ചെയ്തിരിക്കും. കാരണം നിങ്ങളുടെ ഗുഡ് കർമ്മ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുന്നതാണ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. യെസ്, അപ്പൊ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അങ്ങനെ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അബണ്ടൻസ് തന്നെയാണ്. ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ്, ഈ ഒരു എനർജീസ് എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് നോക്കാം. അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അല്ല, നിങ്ങളുടെ സ്വന്തം ലൈഫുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്നതാണ്.
1972 വന്നിട്ടുണ്ട്. 34 ഇടുക്കി 19 എന്നൊരു നമ്പർ. വിശാഖം എന്നൊരു സ്റ്റാർ. വിത്തിൻ 3 months വന്നിട്ടുണ്ട് വയനാട്. കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. മകയിരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം 7 കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 7 again വന്നിട്ടുണ്ട്. അപ്പൊ 7 എന്നുള്ളത് നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ടും എടുക്കാം. 36 40 ചിത്തിര ബെർത്ത് സ്റ്റാർ ആണ്. ലിബ്ര എ എന്നൊരു ലെറ്റർ. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 35 വി എന്നൊരു ലെറ്റർ ബാംഗ്ലൂർ. ഡിസംബർ മന്ത് ജെമിനി സോഡിയാക് സൈൻ. ജൂൺ എന്നൊരു മന്ത്. നവംബർ ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് 10 എന്നൊരു നമ്പർ ആണ് വന്നിരിക്കുന്നത്. 10 ഡേയ്സ് ആയിട്ടും എടുക്കാം, അല്ലാതെ നിങ്ങൾക്ക് ഡേറ്റ് ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് നിങ്ങളുടെ എനർജി ആയിട്ടും കണക്ട് ചെയ്യാം. റിലേഷൻഷിപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.